ചില വാർത്തകൾ പ്രേക്ഷകർക്കായി ഉണ്ട്. നമ്മൾ ഇതിനിടയ്ക്ക് വാർത്തകളും മറന്നു പോകാൻ പാടില്ലല്ലോ. കൊച്ചിയിൽ നിന്ന് ചില വാർത്തകളുണ്ട്. കൊച്ചിയിലെ തിരുവോണ ദിവസം നമുക്കറിയാം, ഇന്നലെ ചില അപകട വാർത്തകൾ ഉണ്ടായിരുന്നു. ഒപ്പം ഇന്നലെ കാക്കനാട്ട് 2 പേർക്ക് ഇന്നലെ വെട്ടേറ്റു. അതിൽ പ്രദീപും രഞ്ജിത്ത് 2 പേർക്കാണ് വെട്ടേറ്റത്. കാക്കനാട് സ്വദേശി പ്രദീപിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് വെട്ടുകയായിരുന്നു. പ്രദീപിനെ ആക്രമിച്ച് രഞ്ജിത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. വലിയ സംഭവമായിരുന്നു ഇത്. മുൻവൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ രഞ്ജിത്ത് എന്ന് പറയുന്നയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കാക്കനാട് വ്യവസായ മേഖലയ്ക്ക് സമീപം കണ്ണങ്കേരി വാർഡിലായിരുന്നു സംഭവം ഉണ്ടായത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയാണ് ഈ കൃത്യം നടത്തുന്നത്. ഇയാൾക്ക് വെട്ടേൽക്കുന്നത്. അതായത് നേരത്തെയും ഇവർ തമ്മിലുള്ള വലിയ രീതിയിലുള്ളൊരു വഴക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഇവരൊരു മദ്യപിച്ചതിന് ശേഷം ഉണ്ടായിരുന്നു വാക്കേറ്റം ഈ വിഷയങ്ങളെ ചൊല്ലി ഉണ്ടായി. ഇതിനുശേഷമാണ് ഈ രഞ്ജിത്ത് പ്രദീപിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നതും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഇയാൾക്ക് വെട്ടേൽക്കുന്നതും. കഴുത്തിന് വെട്ടേറ്റ പ്രദീപിന്റെ നില ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഇതിനിടെ പ്രദീപിൽ നിന്ന് രഞ്ജിത്തിനും വെട്ടേറ്റിട്ടുണ്ട്. എന്നാൽ അത് വലിയ ഗുരുതര സ്വഭാവമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുവരെയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ ആദ്യം പ്രദീപിനെ വെട്ടിയ രഞ്ജിത്ത് എന്ന് പറയുന്നയാൾ. ഇത് തമ്മിൽ നേരത്തെയും വഴക്കും കാര്യങ്ങളും എല്ലാം തന്നെ നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ച എന്നോണമായിരുന്നു ഇന്നലെ വൈകിട്ട് മധ്യാഹ്നത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു വഴക്കിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ പോയിരുന്നത്. കാക്കനാട് വ്യവസായ മേഖലയ്ക്ക് സമീപമുള്ള കണ്ണങ്കേരി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടുത്തെ വാർഡിലായിരുന്നു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. പോലീസ് സ്ഥലത്തിന് ശേഷം ഇവിടെ എത്തുകയും മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഉൾപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും സംഘം ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം വെട്ടേറ്റ പ്രദീപിന്റെ നില ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. ശരി.